ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് ടോക്സ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BCom ആൻഡ് BBAക്കാരുടെ രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ മൊഡ്യൂളിലെ അവസാനത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് വിവാഹ സമ്മാനം പൂട്ടും തുറപ്പും. EP രാജഗോപാലനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇതൊരു നിരൂപണ ലേഖനാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് വിവാഹ സമ്മാനം. നമ്മുടെ ഒന്നാമത്തെ സെമസ്റ്ററിൽ ഈ ഒരു ചാപ്റ്റർ നമുക്ക് കവിതയായിട്ട് പഠിക്കാനുണ്ടായിരുന്നു. അപ്പം അതിൽ ഒരു ചേച്ചിയുടെയും അനുജൻ്റെയും സംഭാഷണങ്ങളിലൂടെ അനുജത്തിക്ക് കൊടുക്കുന്ന വിവാഹ സമ്മാനത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൾ അനുഭവിച്ച വിഷമങ്ങളെക്കുറിച്ചും എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെ നിരൂപിച്ചുകൊണ്ട് എഴുതിയിരിക്കുകയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ ചെയ്തിരിക്കുന്നത്. മലയാള സാഹിത്യത്തിലെ പ്രസിദ്ധ വിമർശകനാണ് EP രാജഗോപാലൻ എന്ന് പറയുന്നത്. മലയാള സാഹിത്യത്തിലെ ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ സാമൂഹ്യമായ കാഴ്ചപ്പാടോടുകൂടി വള്ളുവനാടൻ ശൈലിയിൽ ആവിഷ്കരിച്ചിട്ടുള്ള കവിതകളാണ് ഇടശ്ശേരി കവിതകളെന്ന് പറയുന്നത്. ഇടശ്ശേരിയുടെ വിവാഹ സമ്മാനം എന്ന കവിത യഥാർത്ഥത്തിലൊരു നാടകീയമായിട്ടുള്ള സ്വഗതാഖ്യാനാണ്. അതായത് മരണത്തിൽ പോലും തൻ്റെ ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്താൻ തയ്യാറാകാത്ത ഒരു സ്ത്രീയുടെ ആന്തരിക സംഘർഷങ്ങളാണ് കവിത വരച്ച് കാണിക്കുന്നത്. ഇങ്ങനെ പറയാൻ കാരണം വേറൊന്നല്ല, ആ പെൺകുട്ടി വിവാഹ സമ്മാനം എന്ന കവിതയിലെ ആ ചേച്ചിയുടെ മനസ്സിലെ ദുഃഖങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മരണത്തിൽ പോലും തൻ്റെ അഭിമാനം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല. അത്തരത്തിൽ തീർത്തും സ്വതന്ത്രവതിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് നമുക്ക് ആ കവിതയിൽ കാണാൻ സാധിക്കുക. അമ്മയും 2 പെൺമക്കളും അവരുടെ അനുജനും അടങ്ങുന്ന ഒരു കുടുംബമാണ് കവിതയുടെ പശ്ചാത്തലമായിട്ട് വരുന്നത്. ചേച്ചിയുമായി ഒരുപാട് കാലത്തെ പ്രണയബന്ധം ഇല്ലാതാക്കിയ കാമുകൻ സ്വന്തം അനുജത്തിയുടെ ഭർത്താവായിട്ട് എത്തുകയാണ് ഈ കവിതയിൽ. തനിക്ക് നേരിടേണ്ടി വന്ന അവഗണനയും തിരസ്കാരവും ചേച്ചിയെ ആത്മഹത്യയിലേക്ക് എത്തിക്കുകയാണ്. എന്നാൽ അത് പ്രണയനൈരാശ്യം കൊണ്ടുള്ള ഒരു ആത്മഹത്യയായിട്ട് ചിത്രീകരിക്കാൻ അവളിലെ ആ ഒരു ആത്മാഭിമാന ബോധമുള്ള സ്ത്രീക്ക് പറ്റുന്നില്ല. അനുജത്തിക്ക് വിവാഹ സമ്മാനമായിട്ട് ഒരു താമര പറിക്കാൻ എന്ന പേരിൽ അനുജനെ കുളക്കടവിലിരുത്തി അവൾ ആഴക്കയത്തിൽ അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. വിവാഹ സമ്മാനം എന്ന ശ്രദ്ധേയമായ കവിതയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് EP രാജഗോപാലൻ എഴുതിയ ലേഖനാണ് വിവാഹ സമ്മാനം പൂട്ടും തുറപ്പും എന്ന ലേഖനം. ഇതിലെ വിവാഹം എന്ന സാമൂഹ്യ സ്ഥാപനത്തെ മുൻനിർത്തിക്കൊണ്ട് വ്യക്തിബന്ധങ്ങളുടെ ആന്തരികമായിട്ടുള്ള യുക്തിയെയും പ്രതിസന്ധികളെയും ലേഖനം വിശകലനം ചെയ്യുകയാണ്. പൂട്ടും തുറപ്പും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വടക്കൻ കേരളത്തിലെ പൂരക്കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രയോഗമാണ്. അതായത് പൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാരമ്പര്യമായിട്ടുണ്ടാകുന്ന ബന്ധങ്ങൾ, അതുപോലെ തന്നെ വഴക്കങ്ങൾ, മര്യാദകൾ, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതാണ് പൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ തുറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ ചിന്തകൾ, സ്വാതന്ത്ര്യങ്ങൾ, മാറ്റങ്ങൾ, ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ലേഖനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് ആ ഒരു ആദ്യത്തെ കൃതി, അതായത് വിവാഹ സമ്മാനം എന്ന കവിതയുടെ ആശയത്തെ പ്രദർശിപ്പിക്കുന്നതിൽ വിജയിക്കുന്നുണ്ട് എന്ന് വേണം പറയാനായിട്ട്. പരസ്പരം മനസ്സിലാക്കലാണ് ഏതൊരു വിവാഹബന്ധത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ കുടുംബ ബന്ധങ്ങളുടെ ഉടമസ്ഥതയിൽ നടക്കുന്ന സാമ്പ്രദായികമായ രീതിയിലുള്ള വിവാഹം, അതായത് അറേഞ്ച്ഡ് മാരേജ്, ആ വ്യവസ്ഥയിൽ വ്യക്തികൾ തമ്മിലുള്ള മനസ്സിലാക്കലുകളേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മറ്റ് പലതിനുമാണ്. അതായത് നമുക്കറിയാലോ, ഇപ്പോൾ അറേഞ്ച് മാരേജ് ആകുമ്പോൾ അവിടെ സ്ത്രീയുടെയും പുരുഷൻ്റെയും മനസ്സിൻ്റെ താല്പര്യത്തേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ ആ ഒരു കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ സ്വത്ത്, തറവാട്ട് മഹിമ, അഭിമാനം, അങ്ങനെ പല കാര്യങ്ങളും അവിടെ പ്രധാനമായിട്ട് കടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ വിവാഹത്തിൽ കുടുംബത്തിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കൽ എന്ന ഒരു അനുഭവത്തെ മുൻനിർത്തിയിട്ട്, ഒരു വ്യക്തി അനുഭവത്തെ മുൻനിർത്തിയിട്ട് പരിശോധിക്കാനാണ് ഇടശ്ശേരി വിവാഹ സമ്മാനത്തിൽ ശ്രമിക്കുന്നത് എന്നാണ് നമ്മുടെ ലേഖകൻ, അതായത് നമ്മുടെ നിരൂപകൻ പ്രാഥമികമായിട്ട് പറയുന്നത്. കവിതയിലെ ചേച്ചി എന്ന കഥാപാത്രത്തിന് മാത്രമാണ് സ്വന്തമായിട്ടൊരു അസ്തിത്വം തന്നെ ഉള്ളത്. പരമ്പരാഗതമായിട്ടുള്ള പ്രത്യയ ശാസ്ത്രങ്ങൾക്കൊന്നും വഴങ്ങാതെ ജീവിതത്തിൽ സ്വതന്ത്രമായിട്ടുള്ളൊരു വഴിവെട്ടാൻ ശ്രമിക്കുന്ന നായികയാണ് ഈ ഒരു കവിതയിലെ ചേച്ചി. ചേച്ചിക്ക് ചുറ്റുമുള്ളവരെല്ലാം ആ പഴയ പാരമ്പര്യവും അതുപോലെ തന്നെ ആണുങ്ങൾക്കുള്ള പ്രാധാന്യം കൊടുക്കലും ഇതിനൊക്കെ ഒരു സദാചാരമായ രീതിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ അതൊക്കെ സ്വീകരിക്കുമ്പോൾ ആ ചേച്ചി വേറൊരു വഴിയാണ് സ്വീകരിക്കുന്നത്. അതായത് സമൂഹം വളരെ വലുത് എന്ന് പറഞ്ഞ് പരിപാലിക്കുന്ന
പിന്തുടർന്നു പോരുന്ന കാപട്യങ്ങളെ അവൾ തുറന്നു കാണിക്കുകയാണ്. സ്വന്തം അമ്മയ്ക്ക് പോലും അവളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ കവിതയിലെ ചില വരികൾ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാലേ കുളിച്ചാലോ വേശ്യാട്ടം, കാലത്തെണീക്കാഞ്ഞാൽ കള്ളനാട്യം, പോവാതിരുന്നാലും അമ്പലത്തിൽ, പോയാലും എപ്പോഴും മറ്റൊരർത്ഥം. ഇങ്ങനെയാണ് സ്വന്തമായ തീരുമാനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മൂത്ത മകളെ പറ്റിയുള്ള അമ്മയുടെ കാഴ്ചപ്പാട്. എന്നാൽ സമൂഹം കൽപ്പിക്കുന്ന പരമ്പരാഗതമായ ചിട്ടവഴക്കങ്ങളെ അതേപടി പിൻപറ്റുന്ന അനുജത്തിയോട് അമ്മയ്ക്ക് വളരെ പ്രിയമാണുള്ളത്. ഈ പെണ്ണിൻ്റെ ആ ഒരു മഹിമയെ തന്നെ ഇവിടെ പ്രശ്നവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പരമ്പരയിൽപ്പെട്ട ചില രചനകൾ ഇതിനു മുമ്പ് മലയാളത്തിൽ വന്നിട്ടുണ്ടെന്ന് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് വിവാഹ സമ്മാനം. MT വാസുദേവൻ നായരുടെ കുട്ടിയടത്തി, സക്കറിയയുടെ അന്നമ്മ ടീച്ചർ, അതുപോലെ ONV കുറുപ്പിൻ്റെ കുഞ്ഞേടത്തി, ഇതൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കൃതിയുമായിട്ട് പാഠാന്തര ബന്ധമുള്ളൊരു ഭാഗം കൂടി ഈ കവിതയിൽ കൊടുത്തിട്ടുണ്ട്. കവിതയിൽ മരണത്തെ ആത്മഹത്യയായി ചിത്രീകരിക്കാൻ ഒരിക്കലും ഇടശ്ശേരി എന്ന കവി തയ്യാറാകുന്നില്ല. കവിതയിൽ മരണം ഒരു പ്രതീകാത്മകമായ കലയാണ്. പ്രതികരണവും പ്രതിരോധവും ആത്മമുദ്രയാക്കിയിട്ടുള്ള ധീര വ്യക്തിത്വത്തിൻ്റെ അടയാളങ്ങളാണ് ഇടശ്ശേരി കവിതയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് ഇടശ്ശേരിയുടെ കവിതകളിൽ മുഴുവൻ സ്ത്രീകളുടെ ശക്തിയും അതുപോലെ തന്നെ അവരുടെ സ്വാതന്ത്ര്യമൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് എന്നുള്ള കവിതയിലെ നങ്ങേലി, അതായത് പൂതത്തെ വെല്ലുവിളിച്ച് മകൻ്റെ ജീവൻ രക്ഷിക്കുന്ന നങ്ങേലി, അതുപോലെ ലോകരുടെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത് സ്വയം ശിക്ഷിക്കുന്ന കാവിലമ്മ, ഇതൊക്കെ ഒരു ഉദാഹരണങ്ങളാണ്. നമ്മുടെ ഇടശ്ശേരി എന്ന കവിയുടെ കവിതകൾക്കുള്ള ഉദാഹരണങ്ങളാണ്. അതിലൊക്കെ എത്രമാത്രം മനോഹരമായിട്ടും എത്രമാത്രം സ്വാതന്ത്ര്യത്തോടു കൂടിയും ശക്തിയോടു കൂടിയാണ് സ്ത്രീയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രതിരൂപം തന്നെയാണ് വിവാഹ സമ്മാനത്തിലെ ചേച്ചി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് കാവ്യബിംബങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് കാവ്യബിംബങ്ങളുടെ അർത്ഥത്തെ വ്യാഖ്യാനിക്കുന്നതിൽ നമ്മുടെ ലേഖനം പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. കുളം, താമര, വിവാഹ സമ്മാനം എന്നീ പ്രയോഗങ്ങളെ മുൻനിർത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. വ്യക്തിയെ മാനിക്കാത്ത പരമ്പരാഗത കുടുംബം അനിവാര്യമായും നേരിടുന്ന ഒരു പ്രതീക സ്ഥാനമാണ് കുളത്തിൻ്റേത്. വിവാഹ സമ്മാനം എന്നത് ഒരു വിവാഹ ബന്ധത്തെ മറ്റൊരാൾ അംഗീകരിക്കുന്നതിൻ്റെ സൂചന തന്നെയാണ്. ഇവിടെ സ്വന്തം ജീവനാണ് വിവാഹ സമ്മാനമായിട്ട് യുവതി നൽകുന്നത്. യഥാർത്ഥത്തിൽ ഈ കവിതയെ സംസ്കാര വിമർശനത്തിൻ്റെ രീതിശാസ്ത്രത്തിലൂടെയാണ് ലേഖകൻ വിശകലനം ചെയ്യുന്നത്. ആ നിലയിൽ ഇടശ്ശേരി കവിതയുടെ വേറിട്ട വായനയാണ് വിവാഹ സമ്മാനം പൂട്ടും തുറപ്പും എന്ന ലേഖനം. ഓക്കെ ഡിയേഴ്സ്, ഇതോട് കൂടിയിട്ട് നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്, പക്ഷേ ഒരുപാടൊന്നും ഞാൻ വലിച്ചു നീട്ടിയിട്ടില്ല, മാക്സിമം ചുരുക്കിയിട്ടുണ്ട്. ചെറുതായിട്ട് എൻ്റെ സൗണ്ട് പോയി കിടക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ 2-3 ദിവസമായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഉടൻ തന്നെ ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.